വയനാട്ടിലെ CPM-ൽ സംഭവിച്ചത് അട്ടിമറിയോ ആസൂത്രിതമോ? വർഗ രാഷ്ട്രീയത്തെ നിശബ്ദമാക്കുമോ ബഹുജന സംഘടനാ നേതാക്കൾ? വയനാട് CPM-ന്റെ തലപ്പത്തേക്ക് ഒരു അപ്രതീക്ഷിത നേതാവ് ഇന്ന് വന്നിരിക്കുകയാണ്. ജില്ലാ സെക്രട്ടറിയായി അവിടുത്തെ DYFIയുടെ ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള K. റഫീഖ് CPM-ന്റെ ജില്ലാ സെക്രട്ടറിയായി മാറുന്നൊരു കാഴ്ചയാണ് വയനാട്ടിൽ നിന്ന് കാണുന്നത്. ചുരം രാഷ്ട്രീയത്തിൽ നിർണായകമായ ഒരു ചുവട് മാറ്റത്തിന് CPM തുടക്കം കുറിച്ചിരിക്കുന്നു എന്ന് തന്നെ നമുക്ക് പറയാം. ഇപ്പോൾ റഫീഖിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഷാനോസ് SFIയിലൂടെ രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങിയ ആളാണ്. SFIയുടെ ജില്ലാ സെക്രട്ടറി ആയിരുന്നു, സംസ്ഥാന ഭാരവാഹിയായിരുന്നു. തുടർന്ന് DYFIയിലേക്ക് അദ്ദേഹം പ്രായത്തിനനുസരിച്ച് മാറി. ഇപ്പോൾ അദ്ദേഹത്തിന് 35 വയസ്സ് മാത്രമേ പ്രായമുള്ളൂ. അപ്പോഴാണ് 36-35 വയസ്സ്. അതിനിടയിൽ അപ്പോഴാണ് നിർണായകമായ CPM-നെ പോലെ ഒരു സംഘടനാപരമായ ഒരു പദവിയിലേക്ക്, CPM-ന്റെ ഒരു സംഘടനാപരമായ പദവിയിലേക്ക് K. റഫീഖ് എന്ന് പറയുന്ന ഒരു 36 വയസ്സുകാരൻ എത്തുന്നു എന്നുള്ളത് മറ്റൊരു നിർണായകമായ കാര്യമാണ്. ഞാൻ പറഞ്ഞു വന്നത് DYFIയുടെ ജില്ലാ സെക്രട്ടറിയാണ്, ഇപ്പോൾ DYFIയുടെ സംസ്ഥാന ജോയിൻറ്റ് സെക്രട്ടറിയാണ്. അങ്ങനെ പല തലത്തിൽ പ്രവർത്തിച്ചു വരുന്ന ഒരു പുതുതലമുറ രാഷ്ട്രീയ പ്രവർത്തകൻ വയനാട് പോലെയുള്ള ഒരു മലയോര ജില്ലയുടെ പാർട്ടിയുടെ നേതൃസ്ഥാനത്തേക്ക് വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു മാറ്റം, അതും വളരെ അപ്രതീക്ഷിതമായ മാറ്റം. അതായത് ഗഗാറിന് 3 ടേം ഉണ്ട്, അതിൽ ഇനി ഒരു ടേം അവശേഷിക്കുന്നു. അപ്പോൾ അദ്ദേഹം തന്നെ P. ഗഗാറിൻ തന്നെ വയനാട് CPM-ന്റെ ജില്ലാ സെക്രട്ടറി സ്ഥാനത്ത് തുടരും എന്നായിരുന്നു സാധാരണ. അങ്ങനെ മാധ്യമ ശ്രദ്ധയിലൊന്നും ഇല്ലാതെ ഇരുന്ന പെട്ടെന്ന് ജില്ലാ സമ്മേളനവുമായി ബന്ധപ്പെട്ട് ഗഗാറിൻ തുടരും എന്നുള്ള ഒരു വാർത്തകൾക്കിടയിലാണ് പെട്ടെന്ന് റഫീഖിൻ്റെ പേര് ഉയർന്നു വരികയും അത് പുതിയ ജില്ലാ കമ്മിറ്റിയിൽ അദ്ദേഹത്തിന് ഭൂരിപക്ഷം കിട്ടുകയും അങ്ങനെ ജില്ലാ സെക്രട്ടറി ആയിട്ട് റഫീഖ് തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്യുന്ന ഒരു വാർത്തയാണ് ഇന്ന് വന്നിരിക്കുന്നത്. എത്രത്തോളം നിർണായകമാണ് ഷാനോസ് ഈ റഫീഖിനെ പോലെ ഒരു പുതിയ തലമുറ, അതായത് പാർട്ടി തന്നെ പുതിയ തലമുറയിലേക്ക് എത്തിപ്പെടുന്ന ഒരു കാഴ്ച നമ്മൾ കഴിഞ്ഞ പിണറായി മന്ത്രിസഭയുടെ സമയത്തും കണ്ടതാണ്. പുതിയ തലമുറ മൊത്തം വരുന്ന ഒരു കാഴ്ചയുണ്ട്. ഇപ്പോൾ വയനാട്ടിൽ അത് വേറെ തരത്തിൽ വന്നിരിക്കുന്നു. അതിൽ വിഭാഗീയതയുടെ ചേരുവകളുണ്ട് എന്ന് പറയപ്പെടുന്നുണ്ട്. ഒപ്പം അതല്ല, പുതിയ തലമുറ രാഷ്ട്രീയം മുന്നോട്ട് വയ്ക്കാൻ പുതിയ ആൾക്കാർ വേണം എന്ന് ഉള്ള ഒരു നിലപാടിൻ്റെ ഭാഗമായിട്ട് ഐകകണ്ഠേന പാർട്ടി തിരഞ്ഞെടുത്തതാണ് എന്നുള്ള വിശദീകരണമാണ് CPM സംസ്ഥാന കമ്മിറ്റി അംഗമായിട്ടുള്ള സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമായിട്ടുള്ള PK ശ്രീമതിയും ഒപ്പം EP ജയരാജനും ഒക്കെ പറയുന്നത്. എങ്ങനെയാണ് ഷാനോസ് അതിനെ നോക്കിക്കാണുന്നത്? ഒരു തലമുറ മാറ്റം എന്നുള്ളത് അൻഷാദ് പറഞ്ഞതിനകത്ത് ശരിയുണ്ട്. പക്ഷേ CPM എന്ന് പറഞ്ഞാൽ നമ്മൾ ഫുട്ബോളിൽ കാണുമ്പോഴത്തേക്ക് ഇഞ്ചുറി ടൈമിലും തിരികെ ഗോളടിച്ച് മടങ്ങി വരാം എന്ന് പറയുന്നത് പോലെ CPM-നകത്ത് എന്ന് സംഭവിക്കാം. കാരണം CPM-ന്റെ ചരിത്രത്തിൽ അങ്ങനെയുണ്ട്. പക്ഷേ DYFIയുടെ ജില്ലാ സെക്രട്ടറി ആയിട്ടിരുന്ന ഒരാൾ പാർട്ടി ജില്ലാ സെക്രട്ടറി ആയിട്ടുണ്ടെന്ന് വെച്ചാൽ അത് അത്യപൂർവ്വ സംഭവമാണ്. ഇപ്പോൾ DYFIയുടെ സംസ്ഥാന ജോയിൻറ്റ് സെക്രട്ടറി ആയിരുന്ന T. ശശിധരൻ പാർട്ടി സംസ്ഥാന കമ്മിറ്റി അംഗമായിരുന്നു. അപ്പോൾ അസംഭവമായ കാര്യമല്ല. പക്ഷേ വയനാട് പോലുള്ള ജില്ലയിൽ ഒരു 36 വയസ്സുകാരൻ DYFIയുടെ ജില്ലാ സെക്രട്ടറി ആയിട്ടിരിക്കുമ്പോൾ തന്നെ പാർട്ടി ജില്ലാ സെക്രട്ടേറിയറ്റിൽ നിൽക്കുക എന്നുള്ളതല്ല, പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി കുറച്ച് നാളായിട്ട് ജില്ലാ സെക്രട്ടറി ഉണ്ട്. പക്ഷേ എങ്ങനെ ജില്ലാ സെക്രട്ടറി, അതാണ് ഇന്നത്തെ ഈ വാർത്തകളുടെ ഒരു കൗതുകവും അതിൻ്റെ ഒരു കേന്ദ്ര ബിന്ദുവായതും. ഈ പറയുന്ന പ്രായവും DYFI ജില്ലാ സെക്രട്ടറി ആയിരുന്ന ഒരാൾ പെട്ടെന്ന് CPM ജില്ലാ സെക്രട്ടറി ആവുന്നതാണ്. പക്ഷേ അത് ഞാൻ മനസ്സിലാക്കുന്നത് സ്വാഭാവികമായി നടന്ന സമ്മേളനത്തിൻ്റെ ഒരു അവസാന ഘട്ടത്തിൽ ഉണ്ടായതാണെന്ന് വെച്ചാൽ പല സംശയങ്ങൾ നമുക്ക് ഉടലെടുക്കും. അതായത് വയനാട് സുൽത്താൻ ബത്തേരി ജില്ലാ സമ്മേളനം നടക്കുന്നു. ജില്ലാ സമ്മേളനം 27 അംഗ ജില്ലാ കമ്മിറ്റിയെ തിരഞ്ഞെടുക്കുന്നു. ആ ജില്ലാ 27 പേര് 5 പേര് ഒഴിഞ്ഞു, പഴയ ആളുകൾ ഒഴിഞ്ഞു, പ്രായം മറ്റു പരിഗണനയൊക്കെ വെച്ചിട്ട് ഒഴിഞ്ഞു. 5 പേര് പുതുതായിട്ട് ജില്ലാ കമ്മിറ്റിയിലേക്ക് വരികയാണ്. അതിനുശേഷം ഈ CPM-ന്റെ സംഘടനാ സമ്മേളനങ്ങളുടെ രീതി എന്ന് പറയുന്നത് സമ്മേളനത്തിൽ വെച്ചാണ് ഒഴിഞ്ഞു പോകുന്ന കമ്മിറ്റി, അതായത് ആ സമ്മേളനം വരെ മാത്രം നിൽക്കാൻ ശേഷിയുള്ളൊരു കമ്മിറ്റി, അതൊരു കാലാവധിയുള്ള കമ്മിറ്റി ഒഴിഞ്ഞു പോകുമ്പോൾ ആ കമ്മിറ്റിയാണ് പുതിയൊരു പാനൽ വെക്കുക. അങ്ങനെ വെച്ചൊരു പാനലാണ് 27 അംഗ പാനൽ. ആ പാനൽ വെച്ചു, അത് പാനൽ സമ്മേളനം അംഗീകരിച്ചു. അവിടെ മത്സരമോ മത്സരത്തിൻ്റെ പ്രതീതിയോ ഏതെങ്കിലും തരത്തിലുള്ള അഭിപ്രായ വ്യത്യാസമോ തർക്കങ്ങളോ ഒന്നുമില്ലാതെ ഐകകണ്ഠേന തന്നെ ജില്ലാ കമ്മിറ്റി തെരഞ്ഞെടുപ്പ് നടന്നു. ആ ജില്ലാ കമ്മിറ്റി അപ്പം തന്നെ അടിയന്തര യോഗം കൂടും. അതാണ് CPM-ന്റെ സംഘടനാ രീതി. അങ്ങനെ ആ പുതിയ ജില്ലാ കമ്മിറ്റി യോഗം ചേരുന്നു. അവിടെ വെച്ച് ആരാണ് ജില്ലാ സെക്രട്ടറി ആവേണ്ടത്, വേറെ തർക്കങ്ങളൊന്നും ആ നിമിഷം വരെ ഇല്ല. ഗഗാറിൻ തുടരും, 2 തവണയായിട്ടുള്ളൂ. സ്വാഭാവികമായിട്ടും ഗഗാറിൻ്റെ പേരാണ് ഉയർന്നു വരിക. അങ്ങനെ ഗഗാറിൻ ആവും എന്ന് പ്രതീക്ഷിച്ചിരുന്ന സമയത്താണ് ഒരാൾ, അത് നേരത്തെ ജില്ലാ കമ്മിറ്റിയുള്ള, അത് പുതിയതായിട്ട് വന്ന 5 പേരിൽ ഒരാളല്ല, നേരത്തെ തന്നെ ഗഗാറിനൊപ്പവും ഈ റഫീഖിനൊപ്പവും വയനാട് ജില്ലാ കമ്മിറ്റിയുള്ള ഒരാൾ തന്നെയാണ് റഫീഖിൻ്റെ പേരൂടെ പരിഗണിക്കണം എന്നൊരു കാര്യം മുൻപോട്ട് വെക്കുന്നത്. അപ്പം CPM-ന്റെ ഒരു സംഘടനാ രീതി വെച്ചിട്ട്
ഒരാളുടെ പേരിനൊപ്പം മറ്റൊരു പേരും കൂടി ഉയർന്നു വരുമ്പോഴത്തേക്ക് അവിടെ മത്സരമായി. അപ്പം ആദ്യം CPM-ന്റെ നേതാക്കന്മാർ, സംസ്ഥാന കമ്മിറ്റിക്കാണ് ഈ ജില്ലാ സമ്മേളനം നടത്തിപ്പിൻ്റെ ഉത്തരവാദിത്വം, PB മെമ്പർമാരടക്കമുണ്ട്. അപ്പം അവരുടെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് മത്സരം ഒഴിവാക്കാൻ പറ്റുമെന്നുള്ളതാണ്. ചിലപ്പം ഏതെങ്കിലും സംസ്ഥാന നേതാവിന് അനുകമ്പയുള്ള, സ്നേഹമുള്ള, അല്ലെങ്കിൽ ഇഷ്ടക്കൂടുതലുള്ള ഒരു നേതാവിൻ്റെ പേര് ഉയർന്നു വന്നാൽ പോലും സമ്മേളനം നടത്തിപ്പിൻ്റെ ഉത്തരവാദിത്തമുള്ള ആളുകൾ നിലയ്ക്ക് അവർ ചെയ്യുന്നത്, അവർക്ക് ഇഷ്ടമുള്ള ആളാണെങ്കിൽ പോലും സംസാരിച്ചിട്ട് സഖാവിന് ഒഴിയാൻ പറ്റുമോ എന്നുള്ളതാണ് ചോദിക്കുക. അങ്ങനെ ഗഗാറിനോടും ഈ പറയുന്ന റഫീഖിനോടും നിങ്ങൾ ഒഴിയാൻ തയ്യാറാണോ എന്ന് ചോദിക്കുന്നു. അവർ ഒഴിയാൻ തയ്യാറല്ല എന്ന്. അത് അവിടെയാണ് ഞാൻ ഉന്നയിക്കുന്നൊരു പ്രശ്നം. ഗഗാറിൻ്റെ പകരമായിട്ട് റഫീഖിൻ്റെ പേര് ഉയർന്നു വരുമ്പോൾ വേണമെങ്കിൽ സംസ്ഥാന നേതാക്കന്മാർ സംസാരിക്കുമ്പോൾ റഫീഖിന് ഒഴിയാം. റഫീഖ് താരതമ്യേന ചെറുപ്പമാണ്, 36 വയസ്സേ ഉള്ളൂ. നിലവിൽ DYFയുടെ ജില്ലാ സെക്രട്ടറിയാണ്. റഫീഖിന് വേണമെങ്കിൽ ഇനിയും സമയമുണ്ട്. ഗഗാറിന് ഇത് 3ാമത്തെ ചാൻസാണ്. ഇതുകൊണ്ട് ജില്ലാ സെക്രട്ടറി പദവി ഒഴിയേണ്ടിയും വരും. അപ്പോൾ അങ്ങനെ ഒരു ചാൻസ് എടുക്കാൻ വേണ്ടി റഫീഖ് തയ്യാറായിട്ടില്ല. അങ്ങനെ തയ്യാറായിരുന്നുവെങ്കിൽ ഈ വാർത്തകൾ വരത്തില്ല, ഇതിനകത്തൊരു കൗതുകം ഉണ്ടാകത്തില്ല. അപ്പോഴാണ് ഈ സംശയം വരുന്നത്, എന്തുകൊണ്ടാണ് ഇയാൾ മാറാതിരുന്നത്? എന്തുകൊണ്ടാണ് 36 വയസ്സുകാരനായിട്ടുള്ള ഇനിയും സാധ്യതകൾ ഉണ്ടായിരുന്ന ഒരു ചെറുപ്പക്കാരൻ ജില്ലാ സെക്രട്ടറി പദത്തിലേക്ക് നിർദ്ദേശിക്കപ്പെട്ടതിൻ്റെ പേരിൽ പിന്മാറാമോ എന്നുള്ള സംസ്ഥാന നേതൃത്വത്തിൻ്റെ ചോദ്യത്തിന് മുമ്പിൽ പിന്മാറുന്നില്ല എന്ന് പറയുന്നു. അങ്ങനെ ജില്ലാ കമ്മിറ്റിയിലുള്ള ഒരാൾ, അത് സമ്മേളന നടത്തിപ്പിൻ്റെ രീതിയാണ്. ജനാധിപത്യപരമായി നമുക്കൊരു വോട്ടെടുപ്പ് നടത്തി ഒരു അഭിപ്രായം രൂപീകരിച്ചു, കൈപൊക്കിയുള്ള വോട്ടെടുപ്പോ അല്ലെങ്കിൽ ബാലറ്റ് വെച്ചുള്ള വോട്ടെടുപ്പോ നടത്തി അതിനെ നമുക്ക് അവസാനിപ്പിക്കാം CPM-ന്. പക്ഷേ CPM സമ്മേളനങ്ങളുടെ രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ സമവായത്തിലെത്തിക്കാൻ വേണ്ടി ഓരോ ആളുകളെയും പേഴ്സണലി കാണും. സംസ്ഥാന നേതാക്കന്മാരെല്ലാം കൂടെ റൂമിൽ കൂടുന്നു. അവിടെ നിന്ന് സംസ്ഥാന നേതൃത്വത്തിലുള്ള സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പർമാർ പ്രത്യേക യോഗം ചേരുന്നു. അതിനുശേഷം സംസ്ഥാന കമ്മിറ്റി മെമ്പർമാരുണ്ടെങ്കിൽ അവരെ കൂടെ വിളിച്ചൊരു യോഗം ചേരുന്നു. എന്നിട്ട് ഇവരുടെ മുമ്പിലേക്ക് ഓരോരുത്തരായിട്ട് വിളിപ്പിക്കുന്നു, അല്ലെങ്കിൽ ചിലപ്പം ഒരുമിച്ച് വിളിക്കും. അങ്ങനെ വിളിച്ച് 27 പേരോടും അഭിപ്രായം ചോദിച്ചു. ഈ 27 പേരോടും പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട 27 അംഗങ്ങളോട് മുഴുവൻ പേരോടും സംസ്ഥാന നേതൃത്വം ചോദിക്കുകയാണ്, ഗഗാറിൻ വേണോ അതോ റഫീഖ് വേണോ? അപ്പോൾ ഏറ്റവും രസകരമായ കാര്യം, വാർത്തകൾ വന്നത് 16-11 എന്നുള്ള വാർത്തകൾ വന്നത്. പക്ഷെ ശരിക്കും 21 പേര്, അതായത് 27 അംഗ കമ്മിറ്റിയിൽ 21 പേര് റഫീഖ് സെക്രട്ടറി ആവണമെന്ന് ആവശ്യപ്പെട്ടു. അവിടെയാണ് ഞെട്ടിക്കുന്നൊരു സംഗതി. എന്ന് വെച്ചാൽ ഗഗാറിനോട് അത്രയും വിയോജിപ്പ്, എതിർപ്പ് നിലവിലെ കഴിഞ്ഞ ജില്ലാ കമ്മിറ്റിക്കും പുതുതായി തെരഞ്ഞെടുത്ത 5 പേർക്കും ഉണ്ടായിരുന്നു എന്നാണ് നമ്മൾ അനുമാനിക്കാൻ. അതായത് 27 അംഗ കമ്മിറ്റിയിൽ 21 പേര് ഗഗാറിനെ അനുകൂലിച്ചില്ല, പകരം റഫീഖ് വരട്ടെ എന്ന് ആഗ്രഹിച്ചു. 6 പേർ മാത്രമാണ് ഗഗാറിനെ അനുകൂലിക്കുന്നത്. പക്ഷേ ഇതിന് ശേഷം ഈ വ്യക്തിപരമായിട്ടുള്ള സംഭാഷണം അല്ലെങ്കിൽ അത്തരമൊരു അനുരഞ്ജന ചർച്ച CPM സംസ്ഥാന നേതൃത്വത്തിൻ്റെ ഭാഗത്ത് ഉണ്ടാകുമ്പം 21-6 ആവുന്നത് ഒരു വോട്ടിംഗ് രീതിയിലേക്ക്, അതായത് പബ്ലിക്കായിട്ട്, അതായത് ഈ 27 പേരെയും വിളിച്ചിരുത്തിക്കൊണ്ട് നിങ്ങൾ കൈവെക്കൂ, ബാലറ്റ് കൊടുക്കുക, നിങ്ങൾ കൈവെക്കൂ എന്ന് പറയുമ്പോഴത്തേക്ക് കുറച്ച് പേർ പിൻവാങ്ങി. അങ്ങനെയാണ് 16 പേർ, ആ 21 പേരിൽ നിന്ന് 16 പേരായിട്ട് അത് ചുരുങ്ങി. അങ്ങനെ 16 പേർ റഫീഖിനെ, 11 പേർ ഗഗാർ അനുകൂലിച്ചു. അങ്ങനെ 16-11 റഫീഖ് ആദ്യമായി 36 വയസ്സുകാരൻ, പക്ഷേ സംസ്ഥാന ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടായിരിക്കും ഇത്രയും സമീപകാലത്ത് DYFയുടെ ഒക്കെ രൂപീകരണത്തിന് ശേഷം, അതിന് മുമ്പേ കൊണ്ടായിട്ടുണ്ടാവാം, DYFയുടെ ഒക്കെ രൂപീകരണത്തിന് ശേഷം ഇത്രയും ചെറിയ പ്രായത്തിൽ ഒരാൾ CPM-ന്റെ ജില്ലാ സെക്രട്ടറി ആവുന്ന ഒരു സാഹചര്യം വയനാട്ടിലുണ്ടായി. ഞാനിതിനെ കുറച്ചുകൂടെ ആഴത്തിൽ വിലയിരുത്തുമ്പോഴത്തേക്ക് ഇത് അങ്ങനെ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഒരു കമ്മിറ്റി ഫോർമേഷൻ, അതിൻ്റെ ഭാഗമായി അതിൻ്റെ സെക്രട്ടറി തിരഞ്ഞെടുക്കാൻ വേണ്ടി ഉണ്ടാകുന്ന സ്വാഭാവിക ചർച്ചയുടെ ഭാഗമായിട്ട് മാത്രം റഫീഖിൻ്റെ പേര് ഉയർന്നു വന്നതാണെന്ന് എനിക്ക് ഈ സമയം വിശ്വസിക്കാൻ കഴിയുന്നില്ല. കാരണം അങ്ങനെ ആയിരുന്നുവെങ്കിൽ ഈ 21 പേര് ആദ്യഘട്ടത്തിൽ റഫീഖിനെ വ്യക്തിപരമായി വിളിച്ച് സംസാരിക്കുമ്പോൾ 21 പേര് സംസ്ഥാന നേതൃത്വത്തോട് റഫീഖിനെ അംഗീകരിക്കുന്നു. 27 പേരെയും ആ കമ്മിറ്റി ഒന്നാകെ വിളിച്ചിരുത്തിക്കൊണ്ട് അഭിപ്രായം തേടുമ്പോൾ അതിൽ 16 പേർ, ഈ 21-ൽ 16 പേര് കൈപൊക്കി റഫീഖിനെ അംഗീകരിക്കുന്നു. ഈ 16 വലിയ സംഖ്യയാണ്. ഈ 16 പേര് പുതുതായിട്ടുള്ള റഫീഖിനെ അംഗീകരിക്കുന്നുണ്ടെങ്കിൽ അതിനകത്ത് ഏതെങ്കിലും തരത്തിലുള്ള ചർച്ചകൾ, നേരത്തെ വിഭാഗീയത അംശം ഉണ്ടെന്ന് അല്ല ഞാൻ പറഞ്ഞു വരുന്നത്, പകരം ഞാൻ വയനാട്ടിലെ നമ്മൾ ചില CPM സുഹൃത്തുക്കളുമായിട്ടൊക്കെ സംസാരിച്ചപ്പോൾ അവരെല്ലാം പറയുന്നത് CPM-ന്റെ അകത്ത് അവിടെ ഒരു 2 പക്ഷമുണ്ട്. അതായത് ഗഗാറിന് അനുകൂല പക്ഷവും ഗഗാറിൻ വിരുദ്ധ പക്ഷവുമുണ്ട്. ഈ ഗഗാറിൻ വിരുദ്ധ പക്ഷം, ഗഗാറിന് അനുകൂല പക്ഷത്തിനൊപ്പമായിരുന്നു എന്നും റഫീഖ് ഉണ്ടായിരുന്നത്. എനിക്ക് തോന്നുന്നു, ഷാനവാസിനെ അറിയാൻ തോന്നുന്നു, നേരത്തെ VS പക്ഷക്കാരനായിരുന്നു, പിന്നീട് പിണറായി പക്ഷത്തിലേക്ക് വരികയും ചെയ്ത ഒരു നേതാവാണ്. വളരെ പ്രോമിസിംഗ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് റഫീഖിൻ്റേത്. അദ്ദേഹം നിൽക്കുന്ന ഒരു പക്ഷം അത് ഗഗാറിനൊപ്പമായിരുന്നു. പക്ഷേ
പെട്ടെന്നുണ്ടാക്കിയ ഒരു സമവാക്യ ചേഞ്ച് അവിടെ ഉണ്ടാവുകയും ഗഗാറിൻ വിരുദ്ധ പക്ഷത്തിലേക്ക് റഫീഖ് എത്തപ്പെടുകയും ചെയ്തു. ഉണ്ടായ ഒരു ശാക്തിക ബലാബലം, ആ ബലാബലം വിഭാഗീയതയാണ് എന്ന് വേണമെങ്കിൽ CPM പറയാം. പക്ഷേ ഇത് ആ ഒരു രീതിയിലേക്ക് പോയിട്ടില്ല, കാര്യങ്ങൾ വിഭാഗീയതയുടെ ഒരു രീതിയിലേക്ക് പോയിട്ടില്ല. പകരം സംഘടനാപരമായ ഉൾപാർട്ടി ജനാധിപത്യത്തിൻ്റെ ഭാഗമായിട്ട് തന്നെ റഫീഖ് ജില്ലാ നേതൃത്വത്തിലേക്ക് വരുന്ന കാഴ്ചയാണ് കണ്ടത്. പക്ഷെ അപ്പോഴും നേരത്തെ ഷാനസ് പറഞ്ഞ സംശയം തന്നെയാണ് എനിക്കുള്ളത്. അതായത് ഒരു എന്താ പറയുക, ഒരു ആസൂത്രിതമായൊരു നീക്കം ഏതോ ഒരു ഭാഗത്ത് ഉണ്ടായിട്ടുണ്ട് എന്ന് നമുക്ക് തോന്നുന്ന തരത്തിലുള്ള ഒരു വാർത്തകളാണ് പുറത്തു വന്നത്. പിന്നെ ഉള്ളത് ഈ ഗഗാറിന് വിരുദ്ധമായിട്ട് ഉണ്ടായി വന്ന ഒരു വികാരത്തിന് കാരണം എന്ന് പറയുന്നത്, ഗഗാറിൻ ഈ തോട്ടം തൊഴിലാളികൾക്കിടയിലൊക്കെ പ്രവർത്തിച്ചു വന്ന, അങ്ങനെ വളരെ ആ രീതിയിലുള്ള ഒരു പ്രവർത്തന പാരമ്പര്യമുള്ള ഒരു നേതാവാണ്. പക്ഷേ ഈ റഫീഖിനെ പോലുള്ള പുതിയ തലമുറ, അതായത് CPMലേക്ക് ഇപ്പോൾ ഈ DYFIയിൽ നിന്നും SFIയിൽ നിന്നുമൊക്കെ വന്നിട്ടുള്ള പുതിയ തലമുറ നേതാക്കൾക്ക് ഈ ഗഗാറിൻ്റെ പ്രവർത്തനങ്ങളോട് വലിയ പ്രീതിയില്ല. കാരണം എന്ന് വെച്ചാൽ ഇന്നത്തെ ഒരു വയനാട്ടിൽ ഇപ്പോൾ രാഹുൽ ഗാന്ധി മത്സരിക്കുന്ന, അല്ലെങ്കിൽ പ്രിയങ്ക ഗാന്ധി ഇപ്പോൾ MP ആയിട്ടുള്ള ഒരു വയനാട് പോലൊരു നിർണായക മലയോര ജില്ലയിൽ ആ രീതിയിൽ പ്രവർത്തിക്കാൻ ഗഗാറിന്, അതായത് പുതിയ തലമുറയുടെ രാഷ്ട്രീയം മുന്നോട്ട് വയ്ക്കാൻ, അല്ലെങ്കിൽ പുതിയ തലമുറ വെക്കുന്ന ഇൻസ്റ്റഗ്രാം റീലുകളും അതുപോലുള്ള ഒരു രീതിയിലുള്ള രാഷ്ട്രീയം മുന്നോട്ട് വയ്ക്കാൻ ഗഗാറിനെ പോലൊരു നേതാവിന് പറ്റില്ല എന്നൊരു അഭിപ്രായം ഈ ജില്ലാ കമ്മിറ്റിയിലൊക്കെ നേരത്തെ തന്നെ ഉയർന്നു വന്നു. മാത്രമല്ല ഈ ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പിൽ പാർട്ടി കനത്ത തിരിച്ചടിയാണ് പാർട്ടി സ്വാധീന മേഖലയിൽ ഏറ്റുവാങ്ങിയിട്ടുള്ള പല ബൂത്തുകളിലും NDയുടെ ഒക്കെ പിന്നിൽ പോകുന്നൊരു കാഴ്ചയുണ്ട്. ഇതെല്ലാം ഒരു ജില്ലാ സെക്രട്ടറി എന്നുള്ള നിലയിൽ ഗഗാറിൻ്റെ ശോഭ കുറച്ചിട്ടുണ്ട്. മാത്രമല്ല ഇനി ഒരു CPMൻ്റെ ജില്ലാ സെക്രട്ടറി എന്ന് പറഞ്ഞ് ഒരു ഓഫീസ് രീതിയിൽ ഇരുന്നിട്ട് കാര്യമില്ല എന്നുള്ളതാണ് പാർട്ടിയിലെ പുതിയ തലമുറ ആലോചിക്കുന്നത്. ഇപ്പോൾ റിയാസിനെ പോലെ, റഹീമിനെ പോലെയും, അല്ലെങ്കിൽ ഈ ഇപ്പോൾ നമുക്കൊന്നുള്ള സനോജ്, അങ്ങനെയുള്ള പുതിയ തലമുറ നേതാക്കളെല്ലാം നമ്മൾ ശ്രദ്ധിക്കുക. അവർ ഈ പ്രവർത്തകർക്കിടയിലേക്ക് ഡയറക്റ്റ് ഇറങ്ങുന്ന രീതിയിലുള്ള ഒരു പ്രവർത്തന ശൈലിയും, മാത്രമല്ല എന്തിനും മറുപടി കൃത്യമായി കൊടുക്കുന്ന ഒരു പ്രവർത്തന ശൈലിയും ഒക്കെയാണ് അവർ പിന്തുടരുന്നത്. അപ്പോൾ ആ ഒരു രീതിയിലേക്ക് പുതിയ തലമുറയിലെ രാഷ്ട്രീയം, അതായത് അപ്പുറത്ത് നമ്മൾ ആലോചിക്കണം, രാഹുൽ മാങ്കൂട്ടത്തിലും ഷാഫി പറമ്പിലും ഒക്കെയാണ് ഇതിൻ്റെ മുൻനിരയിൽ നിൽക്കുന്നത്. അപ്പോൾ അതിന് ബദലായി അവരെ പിടിച്ച് നിൽക്കാൻ വേണ്ടി ആർഷോവിനെ പോലെയൊക്കെ അത്രയും വീരശൂര പരാക്രമം കാണിക്കുന്ന നേതാക്കൾ വേണമെന്നൊരു അഭിപ്രായം CPMൻ്റെ വയനാട് ജില്ലാ കമ്മിറ്റിയിൽ തന്നെ ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് റഫീഖിൻ്റെ പേര് ഉയർന്നു വന്നത് എന്നുള്ളൊരു വാദം അവിടെ നിന്ന് CPMൻ്റെ ചില നേതാക്കൾ പറയുന്നുണ്ട്. അതായത് മാത്രമല്ല ഗഗാറിന് വയനാട് ജില്ലയിൽ കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളൊരു അഭിപ്രായമുണ്ട്. മാത്രമല്ല ഞാൻ പറഞ്ഞു വരുന്ന ആ ഒരു പുതിയ തലമുറ രാഷ്ട്രീയം, ആ രാഷ്ട്രീയം പ്രതിനിധീകരിക്കാൻ ഗഗാറിന് പറ്റുന്നില്ല. പക്ഷെ ആ ഒരു പുതിയ തലമുറ രാഷ്ട്രീയം മാത്രം CPMനെ പോലെ ഒരു പാർട്ടി മുന്നോട്ട് വെച്ചാൽ മതിയോ എന്നുള്ളൊരു ചോദ്യം മറുവശത്തുണ്ട്. മാത്രമല്ല എനിക്ക് ഇപ്പോൾ റഫീഖിൻ്റെ നേതൃസ്ഥാനത്തേക്ക് വരുന്ന ഒരു കാര്യം നല്ല കാര്യമായിട്ട് തോന്നുമ്പോൾ പോലും എനിക്കുള്ളൊരു ആശങ്ക എന്ന് പറയുന്നത്, ഈ പ്രവർത്തന പാരമ്പര്യമുള്ള നേതാക്കൾ അവർ പടിപടിയായി ഉയർന്ന് ജില്ലാ സെക്രട്ടറി സ്ഥാനത്തേക്ക് എത്തുന്നതും, അതല്ല പെട്ടെന്ന് ഈ യുവതലമുറയിൽ നിന്ന്, വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ നിന്ന് യുവതലമുറ രാഷ്ട്രീയത്തിലേക്ക് എത്തുന്നു. അവിടെ നിന്ന് പെട്ടെന്ന് ജില്ലാ സെക്രട്ടറി സ്ഥാനത്തേക്ക് വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു പക്വത കുറവുണ്ടല്ലോ, അത് ഏത് രീതിയിൽ എഫക്റ്റ് ചെയ്യുമെന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മൾ ഈ പിണറായി സർക്കാർ, രണ്ടാം പിണറായി സർക്കാരിൻ്റെ മന്ത്രിമാരെ കുറിച്ച് വെറുതെ ഒന്ന് ചിന്തിച്ചാൽ, ചിലരൊക്കെ വളരെ ഇൻഎഫക്റ്റീവായിട്ടുള്ള മന്ത്രിമാരാണ്, നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. എന്നാൽ ചിലർ ഭയങ്കര രസകരമായി പെർഫോം ചെയ്യുന്ന മന്ത്രിമാരുമാണ്. പക്ഷേ ഈ മൊത്തം ഒരു ഉടച്ചു വാർത്ത് എല്ലാവരും പുതുമുഖങ്ങളായപ്പോൾ ഉണ്ടാകുന്ന കുറച്ച് നാളത്തേക്ക് ഉണ്ടാകുന്ന ഒരു ശൂന്യതയുണ്ട്. ആ ശൂന്യത ഈ പാർട്ടി സംഘടനാ തലത്തിലും വരുമോ എന്നുള്ളൊരു ഭയം എനിക്കുണ്ട്. പക്ഷേ ഇതൊരു കൂട്ടായ നേതൃത്വമാണ്, ഞാൻ കൂട്ടായ നേതൃത്വത്തിൻ്റെ ഭാഗമാണ് എന്ന് റഫീഖ് പറയുമ്പോൾ എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുപോകുന്ന രീതിയിലേക്ക് പോകുമോ, അതോ ഈ ചില പെട്ടെന്ന് ഉയർന്നു വരുന്ന ചില നേതാക്കൾ, ഇപ്പം ആര്യ രാജേന്ദ്രനെ കുറിച്ചൊക്കെ ഉണ്ടാകുന്ന ഏറ്റവും വലിയ പരാതി എന്താണ്, എല്ലാം പെട്ടെന്ന് സ്വന്തം നിലയ്ക്ക് തീരുമാനം എടുക്കുന്നു, പാർട്ടിയുമായി ആലോചിക്കുന്നില്ല എന്നൊക്കെ ഉള്ള പല ആക്ഷേപങ്ങളുണ്ട്. അപ്പോൾ ഇങ്ങനെ പെട്ടെന്ന് ഉയർന്നു വരുന്ന പുതിയ തലമുറ നേതാക്കന്മാർക്ക് അങ്ങനെ ചില പ്രശ്നങ്ങളുണ്ട്.
ആ ഒരു പ്രശ്നങ്ങളിലേക്ക് ഈ പുതിയ തലമുറ രാഷ്ട്രീയ നേതാക്കളെ ഈ പെട്ടെന്നൊരു സ്ഥലത്തേക്ക് എടുത്ത് പ്രതിഷ്ഠിക്കുമ്പോൾ ഉണ്ടാകുമോ എന്നുള്ളൊരു ആശങ്ക CPM-നെ പോലെ ഒരു തൊഴിലാളി വർഗ പ്രസ്ഥാനത്തിന് അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ അതിൻ്റെ ആ രാഷ്ട്രീയം നോക്കിക്കാണുന്ന ഒരാളെന്നുള്ള നിലയിൽ എനിക്ക് ആ ഒരു പോയിന്റ് എനിക്ക് പറയാൻ. അതായത് റഫീഖ് 36 വയസ്സുകാരനാണ്, DYFയുടെ ജില്ലാ സെക്രട്ടറിയാണ്. അങ്ങനെ CPM-ന്റെ ജില്ലാ സെക്രട്ടറി ആകുമ്പോൾ അൻഷാദ് പറഞ്ഞ ഈ കാര്യങ്ങൾ മുഖവിലേക്ക് എടുക്കേണ്ടത് തന്നെയാണ്. കാരണം അതിന് ഒഴിവാക്കി കളയാൻ പറ്റത്തില്ല. കാരണം DYFI എന്ന് പറയുന്ന ഒരു വർഗ പ്രസ്ഥാനമല്ല, അതൊരു ബഹുജന പ്രസ്ഥാനമാണ്. DYFI അതൊരു സമൂഹത്തെയാണ് പ്രതിനിധാനം ചെയ്യുന്നത്, ഒരു പ്രത്യേക ക്ലാസ്സിനെ പ്രതിനിധീകരിക്കുന്നതല്ല. പിന്നെ ചെറുപ്പം, പ്രായോഗികമായ പരിചയം, അത് നമ്മൾ മന്ത്രിസഭയെ ബന്ധപ്പെട്ട് ഇപ്പം അൻഷാദ് പറഞ്ഞത്. ഞാനിപ്പോൾ ഓർത്തെടുക്കുന്ന SFIയുടെ പ്രായപരിധി എടുത്ത് കളഞ്ഞ കാലമാണ്. SFIയുടെ പ്രായപരിധി എടുത്ത് കളഞ്ഞപ്പോഴത്തേക്കുണ്ടായൊരു പ്രശ്നം തീർത്തും അതിൻ്റെ ഇപ്പം ആർഷോയ്ക്ക് മുമ്പ് നമ്മൾ SFIയെ തിരയാൻ പോയി കഴിഞ്ഞാൽ കുറേ കാലം നമുക്ക് പെട്ടെന്ന് പിടികിട്ടത്തില്ല. ആർഷോയാണ് കുറെ കാലത്തിന് ശേഷം ഒരു മുഖമായി. സച്ചിൻ ദേവ് ആയിരുന്നു. ഞാൻ പറഞ്ഞത് ഇത് പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് വരത്തില്ല. പക്ഷെ MB രാജേഷും TV രാജേഷും കുട്ടി ഉൾപ്പെടെ മുന്നിലേക്ക് വരും. അപ്പൊ സിന്ധു ജോയി ഈ ആളുകളുടെ ഒക്കെ പേര് നമ്മുടെ മുമ്പിലേക്ക് വരുന്നത് അവർ കുറച്ചുകൂടെ പ്രായമുള്ള SFI ലീഡേഴ്സ് ആയിരുന്നു. ഈ പ്രായപരിധി കൊണ്ടുവന്നപ്പോഴത്തേക്ക് ഇതേ വിമർശനം SFI ലീഡർഷിപ്പിനകത്തും CPM ലീഡർഷിപ്പിനകത്തൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അവരതിനെ കണ്ടത് അത് മതി എന്നുള്ളതാണ്. എന്ന് പറയുന്ന പോലെ തന്നെ 36 വയസ്സുകാരൻ CPM-ന്റെ ജില്ലാ സെക്രട്ടറി ആകുമ്പോൾ ഉണ്ടാവുന്ന ചില പ്രശ്നങ്ങളുണ്ട്, അനുഭവ സമ്പത്തിൻ്റെ പ്രശ്നങ്ങളുണ്ട്. പക്ഷേ റഫീഖിൻ്റെ അനുഭവ പരിചയം എന്ന് പറയുന്നത് 17 തമാശക്കാണെങ്കിൽ ആൾ പറയാണ്ട് 17 വയസ്സിന് മുമ്പ് സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് MSF ഒക്കെ ആയിരുന്നു ചെറുതായിട്ട്, അല്ലാതെ ഒരു വലിയ നേതാവൊന്നുമല്ല. പക്ഷെ അതിനുശേഷം SFIയിലേക്ക് വന്ന കാലം മുതൽ പരിശോധിക്കുമ്പോൾ എന്നിട്ട് 20 വർഷക്കാലത്തെ പ്രവർത്തന പരിചയം. റഫീഖിനെ കുറിച്ച് തിരക്കുമ്പോൾ ഞാൻ ഗഗാറിന് വശം പറഞ്ഞു, റഫീഖ് വന്നതിൻ്റെ ഉള്ള എൻ്റേതായ ഒരു ആശങ്ക ഞാൻ പങ്കുവച്ചു. അപ്പോഴും റഫീഖിനെ കുറിച്ച് തിരക്കുമ്പോൾ ഇപ്പോൾ ഈ ചൂരൽമല ദുരന്തവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് DYFയുടെ യൂത്ത് ബ്രിഗേഡിൻ്റെ ചാർജ് റഫീഖിനായിരുന്നു. അപ്പോൾ അത് വളരെ മനോഹരമായി നിറവേറ്റിയ നേതാവ് കൂടിയാണ്, അതുകൂടി പറയണമല്ലോ. അപ്പോൾ ആ രീതിയിൽ സംഘടനാ തലത്തിൽ അല്ലെങ്കിൽ ഒരു നേതാവ് എന്നുള്ള നിലയിൽ നിന്ന് മറ്റ് കൂടെയുള്ളവരെ പ്രചോദിപ്പിക്കാൻ പറ്റിയ ഒരാളും കൂടിയാണ് റഫീഖ്. അത് കാണാതെ അല്ല ഞാൻ മറ്റത് പറഞ്ഞു. പക്ഷേ വർഗ രാഷ്ട്രീയത്തിൻ്റെ ഇത് വരുമ്പോൾ റഫീഖ് എത്രത്തോളം അനുയോജ്യനാണ് എന്നൊരു സംശയമാണ് ഞാൻ ഉന്നയിച്ചത്. അല്ല, ഈ വർഗ രാഷ്ട്രീയത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ തൊഴിലാളി വർഗ പാർട്ടിയാണ് CPM. അപ്പോൾ CPM-നെ നയിക്കേണ്ടത് ആ വർഗ രാഷ്ട്രീയത്തെക്കുറിച്ച് കൃത്യമായി ബോധ്യമുള്ള ആളായിരിക്കും. VS അച്യുതാനന്ദനുണ്ടായ മെച്ചം എന്ന് പറയുന്നത് VS അച്യുതാനന്ദൻ ഈ ലേബർ എന്ന് പറയുന്ന ക്ലാസ്സിൽ വരുന്ന ആളാണ്. അതിനുശേഷം വരുന്ന ആളുകളെ നമുക്ക് അങ്ങനെ നോക്കിക്കാണാൻ പറ്റുമെന്ന് വെച്ചാൽ അങ്ങനെയില്ല. പക്ഷേ ലോകത്തുള്ള മാർസ് ഒരു തൊഴിലാളിയായിരുന്നില്ല, അല്ലെങ്കിൽ എംഗൽസ് തൊഴിലാളിയായിരുന്നില്ല. പക്ഷേ അതിനെ നമ്മൾ സ്വാംശീകരിക്കേണ്ടത് അല്ലെങ്കിൽ അതിനെ കാണേണ്ടത് തൊഴിലാളി വർഗത്തെ നയിക്കാൻ പ്രാപ്തിയുള്ള ആളുകൾ, അതായത് തൊഴിലാളിയുടെ അവകാശം എന്താണെന്ന് പറഞ്ഞു കൊടുക്കാൻ പ്രാപ്തിയുള്ള ആളുകളെ കണ്ടെത്തുക എന്നുള്ളതാണ്. ഇപ്പം റഫീഖ് തൊഴിലാളിയല്ല എന്ന് വിചാരിക്കും. റഫീഖ് തൊഴിലാളിയല്ല. റഫീഖ് ഒരു ബഹുജന പ്രസ്ഥാനത്തിൽ കൂടെ SFIയിൽ കൂടെ അതൊരു സമൂഹത്തെ പ്രദാനം ചെയ്യുന്ന, യൂത്തിനെ പ്രദാനം ചെയ്യുന്ന DYFIയിലൂടെ സംഘടനാ രംഗത്തേക്ക് വന്ന CPM-ൽ നിൽക്കുന്ന പ്രധാനപ്പെട്ട ഇപ്പോൾ ജില്ലാ സെക്രട്ടറി ആളാണ്. അദ്ദേഹം ഈ വർഗപരമായ കാഴ്ചപ്പാട് സ്വാംശീകരിക്കേണ്ടത് ഈ തൊഴിലാളി വർഗ പാർട്ടിയുടെ അതിൻ്റെ പ്രത്യയശാസ്ത്ര ബോധത്തിൽ നിന്നാണ്. അല്ലാതെ സ്വാനുഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ വർഗരാഷ്ട്രീയത്തെ ഉൾക്കൊള്ളാനാവത്തില്ല, അല്ലെങ്കിൽ അത് സ്വാംശീകരിക്കാൻ പറ്റത്തില്ല. മറിച്ച് CPM-ന്റെ ഐഡിയോളജിയിൽ അല്ലെങ്കിൽ ലോകത്തെങ്ങുമുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മാർസിയൻ ദർശനത്തിൽ അധിഷ്ഠിതമായി ചിന്തിക്കുമ്പോൾ മോചനം സാധ്യമാക്കേണ്ടത് തൊഴിലാളികളുടെയാണ്. തൊഴിലാളികളുടെ മോചനത്തിൽ കൂടെ ഈ ലോകത്തിൻ്റെ തന്നെ മോചനം സാധ്യമാകുമെന്ന് പറഞ്ഞ പ്രത്യയശാസ്ത്ര ബോധ്യത്തിലേക്ക് വരുമ്പോൾ ഈ പറയുന്ന വർഗരാഷ്ട്രീയത്തിൻ്റെ ഈ പ്രശ്നം നമുക്ക് ലഘൂകരിക്കാൻ കഴിയും. ഇപ്പം EMS-നെ സംബന്ധിച്ച് EMS തൊഴിലാളിയായിരുന്നില്ല, തൊഴിലാളികളെ ദത്തുപുത്രൻ എന്നാണ് EMS-നെ വിളിച്ചുകൊണ്ടിരിക്കുന്നത് P കൃഷ്ണപിള്ള. ഞാൻ പറഞ്ഞത് ഇങ്ങനെ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ലീഡർഷിപ്പ് ഇന്നത്തെ കാലത്ത് അങ്ങനത്തെ നേതാക്കളെ കിട്ടാൻ വലിയ പാടായിരിക്കും ഒരു പോയിന്റ്. ഞാൻ പറഞ്ഞത്
അതിന് പകരമായി പുതിയ കാലത്തെ രാഷ്ട്രീയത്തെ ഈ മാർക്സിസം എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു കള്ളിക്കകത്ത് ഒതുക്കി വെക്കേണ്ട സംഗതിയല്ല. അതിനിങ്ങനെ എല്ലാത്തരം രാഷ്ട്രീയ മാറ്റങ്ങളെയും സ്വാംശീകരിച്ചുകൊണ്ട് കാലത്തിനനുസൃതമായി സഞ്ചരിക്കേണ്ട ഒരു സംഗതിയാണ് മാർക്സിസം. അതുകൊണ്ട് മാർക്സിസ്റ്റ് പാർട്ടി അങ്ങനെ തന്നെയാണ്. ഇപ്പം 50 വർഷം മുമ്പുള്ള EMSന്റെ കാലത്തുള്ള മാർക്സിസ്റ്റ് പാർട്ടി അല്ലല്ലോ പിണറായി വിജയന്റെ കാലത്തുള്ളത്. അത് സമൂഹത്തിലുണ്ടായ എല്ലാ സാമൂഹിക രാഷ്ട്രീയ സാംസ്കാരികമായ മാറ്റങ്ങൾക്ക് തീർച്ചയായും അങ്ങനെ വന്നൊരു സംഗതിയാണ്. അതുകൊണ്ട് റഫീഖിന് ആ പറയുന്ന വർഗ്ഗപരമായ താല്പര്യങ്ങൾ ഉയർത്തിപ്പിടിക്കാൻ അത് വ്യക്തിപരമായ റഫീഖ് സംശയിക്കേണ്ടതാണ്. ഇതിനകത്തൊരു തർക്കമുള്ളത് ഈ മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ സമയത്ത് അവിടെ അതിൻ്റെ ലീഡറായി പ്രവർത്തിച്ചു എന്ന് അൻഷാദ് പറയുമ്പോഴും എനിക്കതിനകത്തൊരു തർക്കമുള്ള കാര്യം, ഞാൻ ഈ നമ്മുടെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സംസാരിക്കുമ്പോൾ ഒരു വൈറ്റ് കോളർ ജോബ് എന്ന നിലയ്ക്ക് രാഷ്ട്രീയത്തെ കാണുന്ന ആളാണെന്നൊരു വിമർശനം അവിടെ താഴെത്തട്ടിലുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഗഗാറിൻ എന്ന് പറയുന്നത് അദ്ദേഹം തെളിയിക്കേണ്ടിയിരിക്കുന്നു. അടിസ്ഥാനപരമായി അടിസ്ഥാനവർഗ തൊഴിലാളിയായിട്ട് ഗഗാറിൻ നിൽക്കുമ്പോൾ അതിന് പകരക്കാരനായി ഒരു വൈറ്റ് കോളർ ജോബ് പോലെ രാഷ്ട്രീയത്തെ കാണുന്ന ഒരാളെന്ന് എതിരാളികൾ സംശയിക്കുന്ന അല്ലെങ്കിൽ ആക്ഷേപിക്കുന്ന അല്ലെങ്കിൽ അങ്ങനെ കാഴ്ചപ്പാടോട് നിൽക്കുന്ന അത്തരം ചില കാഴ്ചപ്പാടുകളുള്ള റഫീഖിനെ സംബന്ധിച്ച് റഫീഖ് അത് അൻഷാദ് പറഞ്ഞതുപോലെ നാളുകളിൽ തെളിയിക്കേണ്ട വലിയ ഉത്തരവാദിത്വമുണ്ട്. കാരണം പല ആളുകളും CPM-ൽ നിന്ന് കൊഴിഞ്ഞുപോയ വെല്ലുവിളിച്ച് കടന്നുപോയ ഒരു സാഹചര്യം, അത്ര ഒരു രാഷ്ട്രീയ അന്തരീക്ഷം കൂടി ഇവിടെയുണ്ട്. ഇപ്പം അൻവർ ആയിക്കോട്ടെ, മധു മുല്ലശ്ശേരി ആയിക്കോട്ടെ, അങ്ങനെ CPM-ൽ നിന്ന് പ്രധാനപ്പെട്ട ആളുകൾ പോകുന്നു. ഇപ്പം സ്വതന്ത്രനാണെന്ന് പറഞ്ഞാൽ അൻവർ പോയത് ക്ഷീണം ഉണ്ടാക്കിയിട്ടുണ്ട്. പാർട്ടി ഏരിയാസ് മംഗലപുരം ഏരിയ സെക്രട്ടറി ആയിരുന്ന മധു മുല്ലശ്ശേരി BJP-യിൽ ചേരുന്നു. അത്തരം ഒരു സാഹചര്യത്തിൽ ഇതിൻ്റെ നെല്ലും പതിരും തെളിയിക്കേണ്ടത് അവനവൻ്റെ മാത്രം ഉത്തരവാദിത്വമായിട്ട് ചുരുങ്ങുകയാണ്. പക്ഷേ എനിക്ക് വിശ്വാസമുള്ളൊരു കാര്യം, ഈ പറയുന്ന വൈറ്റ് കോളർ ജോബ് പോലെ ഇതിനെ കാണുന്ന ഒരാളെന്ന് ആക്ഷേപിക്കുമ്പോൾ പോലും, രാഷ്ട്രീയ എതിരാളികൾ പറയുമ്പോൾ പോലും, അല്ലെങ്കിൽ മുണ്ടക്കൈ ചൂരൽമല ഈ പറയുന്ന ദുരന്തത്തിൽ അവിടെ ടീഷർട്ട് ഇട്ട് അങ്ങനെ വന്നുപോയി, അതിനപ്പുറത്തേക്ക് ഒരു മഴയിൽ പോലും റഫീഖിനെ കണ്ടില്ല എന്നതിൽ ആളുകൾ പറയുന്നുണ്ട്. പക്ഷെ അപ്പോൾ പോലും അദ്ദേഹത്തിൻ്റെ ജീവിതചര്യ ഒരു യങ് ലീഡർ എന്ന നിലയ്ക്ക് ഒരു മുസ്ലിം മതവിഭാഗത്തിൽപ്പെട്ട ഒരു CPM ലീഡറാണ്. ഞാൻ അതാണ് അടുത്ത് പറയാമെന്ന് പോയിന്റ്. അപ്പം സുന്നി വിഭാഗത്തിൽപ്പെട്ട ആളാണ്. പക്ഷേ തികച്ചും മതേതരവാദിയായിട്ടുള്ള ആ ജില്ലയിൽ. പക്ഷേ ഈ ഷാനവാസ് ഇനി ഉയരാൻ പോകുന്ന, എനിക്ക് തോന്നുന്നു BJP ഭാഗത്ത് നിന്ന് ഉയരാൻ പോകുന്ന ഒരു പ്രധാനപ്പെട്ട വിമർശനം നേരത്തെ തന്നെ ഉള്ളത്, ഇപ്പോൾ മുഹമ്മദ് റിയാസ് ഒരു നിർണായക സ്ഥാനത്തിരിക്കുന്നു, മുഖ്യമന്ത്രിയുടെ മരുമോനാണ്. അതുകൊണ്ട് തന്നെ CPM-നെ മുസ്ലിം മതവിഭാഗം ഹൈജാക്ക് ചെയ്യുന്നു എന്നുള്ള വ്യാപകമായ ആക്ഷേപം ഹിന്ദു വിശ്വാസികളായിട്ടുള്ള CPM അനുഭാവികളിലേക്ക് പകർന്നു നൽകുന്ന BJP അല്ലെങ്കിൽ ഒരു RSS തന്ത്രം ഈ കേരളത്തിൽ വലിയ രീതിയിൽ നടക്കുന്ന ഒരു സമയത്താണ് റഫീഖിനെ പോലൊരാൾ ജില്ലാ സെക്രട്ടറി സ്ഥാനത്ത് ഈ കുറഞ്ഞ പ്രായത്തിൽ വരുന്നത്. ഇപ്പോൾ റിയാസിനെ കുറിച്ചുള്ള വിമർശനം എന്താണ്? റിയാസ് മുഖ്യമന്ത്രിയുടെ കുടുംബത്തിലേക്ക് നുഴഞ്ഞു കയറി അവിടെ മുസ്ലിം രാഷ്ട്രീയം പറയുന്നു എന്നുള്ളതാണ് റിയാസിനെ കുറിച്ചുള്ള ഏറ്റവും വലിയ വിമർശനം. അത് ഞാൻ പറയുന്നത് BJP-ക്കാർ പറയുന്നതാണ്. ഇപ്പോൾ റിയാസ് അതാണ് ഞാൻ പറയുന്നത്. അത് ആ രീതിയിൽ ഇപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് തന്നെ എന്നോട് എൻ്റെ നാട്ടിലുള്ള ഒരു സഖാവ് വളരെ വിഷമത്തോടു കൂടി പറഞ്ഞത്, നമ്മുടെ കൂടെ ഇത്രയും നാൾ ഉണ്ടായിരുന്നു എന്ന് നമ്മൾ വിശ്വസിച്ച പലരും BJP-ക്ക് വോട്ട് ചെയ്തു എന്ന് എൻ്റെ അടുത്ത് ഒരു മാധ്യമപ്രവർത്തകൻ എന്നുള്ള നിലയിൽ ഒരു സഖാവ് എൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞു, അത് പിന്നെ ഇപ്പോൾ CPM മുസ്ലിങ്ങളാൽ ഹൈജാക്ക് ചെയ്യപ്പെട്ടിരിക്കുന്നു, അതാണ് പ്രശ്നം. അപ്പം ആ ഒരു വിമർശനം നിൽക്കുന്ന, ഇങ്ങനെ ഒരു സാമൂഹ്യ സാഹചര്യം നിലനിൽക്കുന്ന സമയത്താണ് മുസ്ലിം മതധാരിയായിട്ടുള്ള റഫീഖ്, ഇപ്പൊ സുന്നി എന്നൊക്കെ റഫീഖിനെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അതിനോട് യോജിക്കുന്നില്ല. കാരണം അങ്ങനെ ഒരു റഫീഖ് കല്യാണം കഴിച്ചിരിക്കുന്ന ഒരു ഹിന്ദു മത വിശ്വാസിയായിട്ടുള്ള ഒരു സ്ത്രീയാണ്. അപ്പൊ അങ്ങനെ മതേതര കാഴ്ചപ്പാടുള്ള CPM-നെ സംബന്ധിച്ചു അങ്ങനെ ഒന്ന് നോക്കൂ, അങ്ങനെ ഒരു രാഷ്ട്രീയം, മുസ്ലിം രാഷ്ട്രീയം എവിടെയെങ്കിലുമൊക്കെ വമിക്കുന്ന ഒരാളാണ് എങ്കിൽ CPM ഒരിക്കലും അംഗീകരിക്കില്ല. എനിക്ക് അതിൽ പൂർണ്ണ വിശ്വാസമുണ്ട്. അപ്പോൾ ഇപ്പോൾ റിയാസിനെ കുറിച്ച് ഏറ്റവും വലിയ ആക്ഷേപം ആ രീതിയിലാണ്. അതായത് മുഖ്യമന്ത്രിയുടെ കുടുംബത്തിൽ നുഴഞ്ഞു കയറി അങ്ങനെ സുരേന്ദ്രനൊക്കെ പറയുന്ന ഒരാളാണ് റിയാസ്. പക്ഷെ നമ്മൾ റിയാസിൽ എവിടെയെങ്കിലും റിയാസിന്റെ ഏതെങ്കിലും ഒരു വാക്കിലോ റിയാസിന്റെ ഏതെങ്കിലും ഒരു പ്രവൃത്തിയിലോ ഏതെങ്കിലും ഒരു ഇതിലോ അത് കാണാൻ പറ്റില്ല. മാത്രമല്ല, കോഴിക്കോട് മാധ്യമപ്രവർത്തനം നടത്തിയ ഒരാൾ എന്നുള്ള നിലയിൽ ജീവൻ TV-യിൽ പ്രവർത്തിക്കുമ്പോഴും അമൃത TV-യിൽ പ്രവർത്തിക്കുമ്പോഴും അത് കഴിഞ്ഞ് ഏഷ്യാനെറ്റിൽ പ്രവർത്തിക്കുമ്പോഴും ഒക്കെ ഞാൻ റിയാസിനെ കണ്ടിട്ടുള്ളത് പോലീസിന്റെ ലാത്തി ചാർജിന്റെ നടുക്കാണ്. അത്രത്തോളം അടി കൊണ്ട് കയറി വന്ന, അതും വലിയ രീതിയിൽ സാമൂഹ്യ ചുറ്റുപാടുള്ള ഒരു കുടുംബത്തിൽ നിന്നുള്ള ഒരാളാണ് റിയാസ്. ആ റിയാസ് അവിടെ നിന്ന് അടി കൊണ്ട് കയറി വന്നതാണ്. റിയാസ് ഒരു തവണ അവിടെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയായപ്പോൾ ഫാരിസ് അബൂബക്കറിന്റെ ആളാണ് എന്ന് പറഞ്ഞായിരുന്നു ആക്ഷേപം. അത് കഴിഞ്ഞ് പിന്നീട് ബേപ്പൂരിൽ പോയി മത്സരിച്ചപ്പോഴും ഇതേ തന്ത്രം അവിടെ തീർച്ചയായും ഒരു പുതുതായി ഉയർന്നു വരുന്ന ആള് ഒരു മുസ്ലിം മതധാരിയാണ് എങ്കിൽ
അയാൾ എന്താ പറയുക, അയാൾ ഒരു തീവ്രവാദിയാണ് എന്ന് ചിത്രീകരിക്കുന്ന ഒരു സാമൂഹ്യ അന്തരീക്ഷം കേരളത്തിലുണ്ട്. പിന്നെ എ വിജയരാഘവനെ പോലുള്ളവർ ഇതിന് വളം വെക്കുന്നുണ്ട്. അതായത് ആ രീതിയിലാണ്. അതാണ് പ്രശ്നം. അത് എ വിജയരാഘവൻ പ്രസംഗം നടത്തിയ, ഈ പറഞ്ഞ വിവാദമായ പ്രസംഗം നടത്തിയ സമ്മേളനമാണ് വയനാട് ജില്ലാ സമ്മേളനം. ആ വയനാട് ജില്ലാ സമ്മേളനത്തിൽ സെക്രട്ടറി ആവുന്നത് റഫീഖാണ്. അപ്പൊ അതുകൊണ്ട് CPM ഇങ്ങനെ സംശയദൃഷ്ടിയോട് കൂടി നോക്കേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് എപ്പോഴും സംശയമുണ്ട്. കാരണം എന്തിനാണ് ഇങ്ങനെ സംശയിക്കുന്നത്? ഞാൻ ഈ മുസ്ലിം അവര് ഇപ്പോ എന്താണ് BJP പറയുന്നത്, റഹീം അല്ലെങ്കിൽ നിങ്ങളിപ്പോ CPM-ന്റെ പുതിയ തലമുറ നേതാക്കളെ നോക്കൂ, റിയാസ്, റഹീം, അല്ലെങ്കിൽ ഷാജിർ, ഇങ്ങനെ പറയാൻ എന്താ കുഴപ്പം? അതിന് ഒരു കുഴപ്പമില്ല. പക്ഷെ അവിടെ ആ രീതിയിലാണ് പ്രചരിപ്പിക്കപ്പെടുന്നത്. അതേസമയം ഷാഫി പറമ്പിലിനെ കുറിച്ച് അങ്ങനെ പറയുന്നില്ല. ഇല്ല, ഞാൻ പറഞ്ഞത് ഇത് ഏതെങ്കിലും തരത്തിലുള്ള റഫീഖിനോ ഇത് റഹീമിനോ അങ്ങനെ ഇപ്പം ഷാനോസിനോ അല്ലെങ്കിൽ അൻഷാദിനോ കടന്നു വരാൻ പറ്റാത്ത ഇടുങ്ങിയ പാർട്ടിയൊന്നും അല്ലല്ലോ. ആർക്കും കടന്നു വരാം. അതിന്റെ മതം നോക്കി ചകഞ്ഞ് കണ്ടുപിടിച്ച് കുറ്റം പറയാന്ന് പറഞ്ഞത് നമ്മുടെ ഒരു സാംസ്കാരിക കേരളം എന്നൊക്കെ പറയുന്ന ഒരു സംവിധാനത്തിന് തന്നെ അപമാനമാണ്. അതുകൊണ്ട് റഫീഖിനെ കുറിച്ച് പറയുമ്പോൾ റഫീഖ് ഇത്രയും തികഞ്ഞൊരു മതേതരവാദി അവിടെ CPM-ലില്ല എന്നാണ് എതിരാളികളായ ആളുകൾ നമ്മൾ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് സംസാരിക്കുന്നത്. ഞാൻ വിശ്വസിക്കുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഇത് CPM ഇതിപ്പം നമ്മൾ വിഭാഗീയതയാണ് അല്ലെങ്കിൽ ആ രീതിയിലുള്ള ആസൂത്രിതമായ നീക്കങ്ങൾ വയനാട് CPM-ൻ്റെ അകത്ത് ഈ ഒരു സ്ഥാനമാറ്റവുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുണ്ട് എന്നൊക്കെ പറയുമ്പോഴും എനിക്ക് തോന്നുന്നത് CPM പുതിയ തലമുറയെ നിർണായക സ്ഥാനത്തേക്ക് പ്രതിഷ്ഠിക്കുന്ന ഒരു യജ്ഞത്തിലാണ് എന്ന് തോന്നുന്നു. കാരണം ഇപ്പോൾ നെടുമങ്ങാട് ഏരിയ സെക്രട്ടറി ആയിട്ട് പ്രമോഷൻ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ 30-35 വയസ്സേ ഉള്ളൂ. അദ്ദേഹം കടന്നു വരികയാണ്. പെട്ടെന്ന് അവിടെ ചെറ്റച്ചൽ സഹദേവനെ പോലെയൊക്കെ വലിയ നേതാക്കന്മാരിരുന്ന കസേരയിലേക്ക് പുതിയ പയ്യന്മാർ വരികയാണ്. അപ്പം ഏരിയ സമ്മേളനം നടക്കുമ്പോൾ തന്നെ അങ്ങനെ ചില സൂചനകൾ CPM-ൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്. നമുക്കറിയാം വനിതാ ഏരിയ സെക്രട്ടറിമാർ വന്നിട്ടുണ്ട്. അപ്പോൾ ആ രീതിയിലുള്ളൊരു മാറ്റത്തിൻ്റെ പാതയിലാണ് ഇപ്പോൾ രണ്ടാം പിണറായി സർക്കാരിൻ്റെ സമയത്തും ഒരുപാട് ഒരു ആശങ്കകൾ എല്ലാവരും ഉയർത്തിയെങ്കിൽ പോലും അതിൽ ചില വസ്തുതകൾ ഉണ്ടെങ്കിൽ പോലും പുതിയൊരു തലമുറയെ അവിടേക്ക് കൊണ്ടുവരിക എന്ന് പറയുന്നത് വളരെ പോസിറ്റീവായിട്ടൊരു കാര്യം മറുവശത്തുണ്ട്. ഇതിനകത്ത് ഞാൻ പലപ്പോഴും പറയാൻ ശ്രമിക്കുകയും അല്ലെങ്കിൽ പറഞ്ഞ് പൂർത്തിയാക്കാനാവാതെ പോകുകയും ചെയ്യുന്നൊരു സംഗതിയുണ്ട്. CPM-നെ നിങ്ങൾ നോക്കൂ. CPM അതിൻ്റെ സംഘടനാ സമ്മേളനങ്ങൾ വളരെ ഗൗരവത്തോടുകൂടി, ഇപ്പം ചില വാർത്തകൾ വരാം, ബ്രാഞ്ച് സമ്മേളനത്തിൽ ട്രംപിനെ വിമർശിച്ചു. അതതിൻ്റെ സംഘടനാപരമായ ചട്ടക്കൂട് അങ്ങനെയാണ്. അതൊരു ബ്രാഞ്ച് സമ്മേളനത്തിൽ ട്രംപിനെ കുറിച്ചോ ഒബാമയെ കുറിച്ചോ ബിൻലാദനെ കുറിച്ച് ചർച്ച ചെയ്യാൻ താല്പര്യമുള്ള, ലോക രാഷ്ട്രീയത്തിൽ എന്ത് സംഭവിക്കുന്നു എന്ന് അറിയാൻ വേണ്ടി ആകാംക്ഷയുള്ള ഒരു കൂട്ടം മനുഷ്യന്മാരുടെ സംഘടനയാണ് CPM. അതിനകത്ത് ബ്രാഞ്ച് തലം തൊട്ട് ലോക്കൽ സമ്മേളനം, ഏരിയ സമ്മേളനം, ജില്ലാ സമ്മേളനം, ഗൗരവമാർന്ന ചർച്ച. ഏത് പാർട്ടിക്കാണ് ഈ രാജ്യത്ത്, കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ഏത് പാർട്ടിക്കാണ് അവകാശപ്പെടാൻ കഴിയുന്നത്? 3 വർഷം കൂടുമ്പോൾ അതിൻ്റെ സംഘടനാ സമ്മേളനം വളരെ കൃത്യമായി നടക്കുന്നു. അതിനകത്ത് ചിലപ്പം ബഹളം ഉണ്ടായിരിക്കാം, ചിലപ്പോൾ തെരഞ്ഞെടുപ്പ് ഉണ്ടായിരിക്കാം, ചിലപ്പോൾ ഇറങ്ങിപ്പോക്കൊണ്ടായിരിക്കാം. പക്ഷേ ഏത് സംഘടനയാണ് കൃത്യമായി 3 വർഷം കൂടുമ്പോൾ അതിൻ്റെ സംഘടനാ സമ്മേളനം നടത്തുന്നത്? ഏറ്റവും ടോപ്പിൽ പാർട്ടി കോൺഗ്രസ് നടത്തുന്നത്. അപ്പോൾ അത് മാത്രമല്ലല്ലോ, അതായത് ഏത് പോളിറ്റ് ബ്യൂറോ അംഗം വേദിയിലിരുന്നാലും അദ്ദേഹത്തെ നോക്കി വിമർശിക്കാൻ പറ്റുന്ന ഒരു പാർട്ടിയാണ്. അങ്ങനെ ഒരു സാധ്യതയുള്ള ഏത് പാർട്ടിയാണ്? അപ്പം സംഗതി CPM-നെ വിമർശിക്കേണ്ട കാര്യത്തിൽ വിമർശിക്കണം, അതല്ല ഞാൻ വിമർശിക്കാതിരിക്കണം എന്നല്ല പറഞ്ഞത്. പക്ഷേ അനാവശ്യമായ വിമർശനങ്ങൾ ഞാൻ പറഞ്ഞു വന്നത് ഇത് മാത്രമാണ്. അതായത് ഇതൊരു തുടക്കമായിട്ടാണ് ഞാൻ വയനാട് ജില്ലാ സെക്രട്ടറി ആയിട്ട് റഫീഖിനെ പോലെ ഒരു യുവതലമുറ നേതാവ് കടന്നു വരുന്നത് ഒരു തുടക്കമായിട്ടാണ് ഞാൻ കാണുന്നത്. അതേസമയം തിരുവനന്തപുരത്ത് നോക്കൂ, വി ജോയിയെ പോലെ വളരെ പരിചയസമ്പത്തുള്ള ഒരു നേതാവ് തന്നെ ജില്ലാ സെക്രട്ടറി സ്ഥാനത്തേക്ക് വരുന്നു. അതായത് വി ജോയിയും ഇതുപോലെ തന്നെ SFIയിലൂടെയും DYFIയിലൂടെയും വളർന്നു വന്ന പാർട്ടിക്കാരുടെ പ്രിയപ്പെട്ട ജോയി അണ്ണൻ, അദ്ദേഹം വീണ്ടും ജില്ലാ സെക്രട്ടറി സ്ഥാനത്തേക്ക് കൃത്യമായി ഉറപ്പിക്കുകയാണ്. പാർട്ടി സംസ്ഥാന ഘടകം പോലും നിർദ്ദേശിക്കുന്ന പേര് ജോയിയുടെ മാത്രമല്ല ഈ മധു മുല്ലശ്ശേരിയെ പോലുള്ള ഒരാളെക്കുറിച്ച് കൃത്യമായ വിമർശനം ജില്ലാ സമ്മേളനത്തിൽ ഉയർന്നു വരിക, കൃത്യമായൊരു മെസ്സേജ്. അതായത് അദ്ദേഹം ഉയർത്തിപ്പിടിച്ച രാഷ്ട്രീയം ഇതായിരുന്നു, അതുകൊണ്ട് തന്നെയാണ് മാറ്റാൻ തീരുമാനിച്ചത് എന്നുള്ള കൃത്യമായ സന്ദേശം പറയുന്ന വി ജോയിയെ നമുക്ക് കാണാൻ കഴിഞ്ഞു. അപ്പോൾ ഒരു ഭാഗത്ത് യുവതലമുറയെ സപ്പോർട്ട് ചെയ്യുമ്പോൾ തന്നെ മറുഭാഗത്ത് ആ എക്സ്പീരിയൻസ് ഉള്ള നേതാക്കളെ തിരുവനന്തപുരത്തും നോക്കൂ. ജില്ലാ സെക്രട്ടറി വി ജോയി വരുമ്പോഴും 8 പേര് ജില്ലാ കമ്മിറ്റി പുതുതായിട്ട് വന്നു. അതിനകത്ത് വളരെ ചെറുപ്പമായ മേയർ ആര്യ രാജേന്ദ്രനും VK പ്രശാന്തും G സ്റ്റീഫനും തുടങ്ങിയ OS അംബിക അടക്കമുള്ള പുതിയ 8 പേരുടെ വരുന്നുണ്ട്. വെച്ചാൽ ഈ മാറ്റം അതിൻ്റെ സമഗ്രതയിൽ തന്നെ ഞാൻ CPM സമ്മേളനത്തെക്കുറിച്ച് പറഞ്ഞത്, CPM സമ്മേളനത്തിൽ വനിതകൾക്ക് പ്രാധാന്യം കൊടുക്കണമെന്നും മറ്റ് പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്ക് പ്രാധാന്യം കൊടുക്കണമെന്നും യുവാക്കൾക്ക് പ്രാധാന്യം കൊടുക്കണമെന്നും സർക്കുലർ സംസ്ഥാന കമ്മിറ്റിയിൽ നിന്നല്ല കേന്ദ്ര കമ്മിറ്റിയിൽ സർക്കുലർ താഴെ തട്ടി വരെ പോയിട്ടാണ് സമ്മേളനം നടത്തുന്നത്. അങ്ങനെയാണ് ഇതിൻ്റെ രീതി.
അപ്പം നമ്മൾ വിമർശിക്കേണ്ടതിനെ കൃത്യമായി തന്നെ വിമർശിച്ചു പോവുക. പക്ഷെ നല്ലതെന്ന് പറയുന്നത് ഞാൻ ഉയർത്തിയ ഒരു വിമർശനം എന്ന് പറയുന്നത് ഇപ്പോൾ ഈ വി.ഡി. സതീശൻ പ്രതിപക്ഷ നേതാവായപ്പോൾ ഉണ്ടായ ഏറ്റവും വലിയ ഇപ്പോൾ ഈ കോൺഗ്രസിൻ്റെ അകത്ത് നടക്കുന്ന ചില പ്രശ്നങ്ങളുണ്ട്. അതായത് രമേശ് ചെന്നിത്തലയ്ക്ക് NSS കൊടുത്ത പിന്തുണയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ രമേശ് ചെന്നിത്തല കൂടി മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഉയർന്നു കേൾക്കുന്ന അടുത്ത മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി സ്ഥാനത്തേക്ക് ഉയർന്നു കേൾക്കുന്ന പേരാണ്. ഇപ്പോൾ വി.ഡി. സതീശനെ കുറിച്ചുള്ള ഏറ്റവും വലിയ വിമർശനം എന്താണ്? അദ്ദേഹം പുതിയ തലമുറ രാഷ്ട്രീയത്തിൻ്റെ ആളാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഈ മുതിർന്ന നേതാക്കൾ പറയുന്നതൊന്നും കേൾക്കത്തില്ല. അതുകൊണ്ട് തന്നെ മുതിർന്ന നേതാക്കളെല്ലാം രമേശ് ചെന്നിത്തലയെ പിന്തുണച്ച് നിൽക്കുന്നു. അപ്പോൾ കോൺഗ്രസ് രാഷ്ട്രീയത്തെ സംബന്ധിച്ച് ഈ മത സാമുദായിക ശക്തികളുമായിട്ടുള്ള ഒരു യോജിപ്പ് എപ്പോഴും കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ ഇഴകലർന്ന് കിടക്കുന്ന ഒരു സംഭവമാണ്. അതിൽ വെള്ളാപ്പള്ളിയും വി.ഡി. സതീശൻ വെറുപ്പിച്ചു വെച്ചിരിക്കുകയാണ്, NSSനെയും വെറുപ്പിച്ചു വെച്ചിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഒരു സാധനവുമായി ഇനി മുന്നോട്ട് പോകാൻ പറ്റില്ല എന്നും മുതിർന്ന നേതാക്കൾ തീരുമാനമെടുത്തിട്ട് അത് ഡൽഹിയിൽ നിന്ന് ഇംപ്ലിമെൻ്റ് ചെയ്യുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ വരികയാണ്. അതാണ് രമേശ് ചെന്നിത്തലയുടെ പേര്, ഷാനോസിന് തോന്നുന്നുണ്ടോ രമേശ് ചെന്നിത്തലയുടെ പേര് വീണ്ടും ഉയർന്നു കേൾക്കുന്നത് വെറും മാധ്യമ പ്രവർത്തകരുടെ വാക്കുകളിലൂടെ അല്ല, ഇത് കൃത്യമായ ഓപ്പറേഷനാണ്. ഞാൻ പറഞ്ഞു വന്നത് വി.ഡി. സതീശന്റെ കാര്യം ഇവിടെ പറയാൻ കാരണം, പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ രമേശ് ചെന്നിത്തല തന്നെ പ്രതിപക്ഷ നേതാവായി തുടരണമെന്ന് ഉമ്മൻചാണ്ടി അടക്കമുള്ളവർ നിലപാടെടുത്തിട്ടും ഇവിടെ നിന്ന് പോയ ചില എ ഗ്രൂപ്പ് പ്രതിനിധികൾ ഉൾപ്പെടെ വി.ഡി. സതീശൻ്റെ പേര് പറയുകയും യുവതലമുറയിൽ ഇപ്പോൾ ഷാഫി പറമ്പിലിനെ പോലുള്ള നേതാക്കന്മാരെല്ലാം വി.ഡി. സതീശന് വേണ്ടി നിലപാടെടുക്കുകയും കെ.സി. വേണുഗോപാൽ അതിന് അനുകൂല തീരുമാനമെടുക്കുകയും ചെയ്തതിൻ്റെ ഭാഗമായിട്ടാണ് വി.ഡി. സതീശൻ പ്രതിപക്ഷ നേതാവ്. പക്ഷേ അതുകൊണ്ടുണ്ടായ കോൺഗ്രസിനകത്ത് ഉണ്ടായ ചില ദുരന്തങ്ങളുണ്ട് എന്നാണ് ഞാൻ ഈ എക്സ്പീരിയൻസ് കുറവ് ഉള്ള ആൾക്കാർ കടന്നു വരുമ്പോൾ ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങൾ. അവിടെയാണ് CPM പ്രത്യേകത. ഞാൻ ആവർത്തിച്ച് പറയുന്നു, CPM എല്ലാ കാലത്തും പുതിയ തലമുറയ്ക്ക് ഒരു കൂട്ടം ആളുകളെ കൂടെ കൊണ്ടുപോയാണ് ഇതിനെ പുതുക്കുന്നത്. ഇപ്പോൾ കഴിഞ്ഞ സംസ്ഥാന സെക്രട്ടേറിയറ്റ് നോക്കൂ, സ്വരാജ് സെക്രട്ടേറിയറ്റ് വന്നു, സംസ്ഥാന സെക്രട്ടേറിയറ്റ് വന്നു, PK ബിജു സെക്രട്ടേറിയറ്റ് വന്നു, ഉത്തർ ദിനേശ് സെക്രട്ടേറിയറ്റ് വന്നു. ഇവരെല്ലാം ഒരേ കാലത്ത് SFI സംഘടനാ രംഗത്ത് ഉണ്ട ആളുകളായിരുന്നു. ഇനി നോക്കൂ, ഇനി പുതിയ ആളുകൾ. ഇപ്പം ഇവിടെ റഫീഖ് സെക്രട്ടറി ആയെങ്കിൽ അതിൻ്റെ പ്രതിഫലനം വരുന്ന കൊല്ലം ജില്ലാ സമ്മേളനം കഴിഞ്ഞു, തിരുവനന്തപുരം കഴിയുന്നു, ഇന്നിപ്പം സുൽത്താൻ ബത്തേരിൽ വയനാട് കഴിയുന്നു. ഇനി സമ്മേളനങ്ങൾ ഫെബ്രുവരി മാസം വരെ ജില്ലാ സമ്മേളനങ്ങൾ കിടക്കുകയാണ്. നിങ്ങൾ നോക്കൂ, ഇതൊരു ചാലക ശക്തിയായിട്ട് വർത്തിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. റഫീഖിനെ പോലെ 36 വയസ്സുകാരൻ CPMൻ്റെ ജില്ലാ സെക്രട്ടറി ആയെങ്കിൽ ഇവിടെ വി ജോയി സെക്രട്ടറി ആയതുകൊണ്ട് മാത്രമല്ല, മറിച്ച് മറ്റ് സ്ഥലങ്ങളിലേക്ക് കൂടുതൽ യുവാക്കൾക്ക്, അല്ലെങ്കിൽ 3 ടേം ആകുന്നതിന് മുമ്പ് തന്നെ, അഥവാ ഇനി 3 ടേം ഒരാൾ ഒഴിയുമ്പോഴത്തേക്ക് ഒരു യൂത്തിൽ ഒരാൾക്ക് ഭാരവാഹിത്വം കൊടുക്കാൻ കഴിയുന്ന തരത്തിലേക്ക് ഒരു സൂചന ഈ വയനാട് ജില്ലാ സമ്മേളനം നൽകുന്നുണ്ടെന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതാണ് അതിൻ്റെ ഒരു പ്രാധാന്യം. 36 വയസ്സുകാരൻ സെക്രട്ടറിയായി ആ സെക്രട്ടറി പദം എന്ന് പറയുന്നത് ഇനി വരാനിരിക്കുന്ന 10-11 ജില്ലാ സമ്മേളനങ്ങൾക്ക് പ്രേരക ശക്തിയാണ് മാറുന്നത്. അത് തന്നെയാണ്. അതായത് CPM ഒരു കാര്യത്തിന്, പുതുതലമുറ മാറ്റത്തിന് തുടക്കമിട്ടിരിക്കുന്നു. വയനാട്ടിൽ നിന്ന് എന്തൊക്കെ തരത്തിലുള്ള വിഭാഗീയതയുടെ അല്ലെങ്കിൽ ഒരു ആസൂത്രണത്തിൻ്റെ വാർത്തകൾ വരുമ്പോൾ പോലും പുതിയ ഒരു നേതാവ് ഉയർന്നു വരുന്നതിൻ്റെ സൂചന CPMനെ പോലെ പുതിയ രാഷ്ട്രീയം മുന്നോട്ട് വയ്ക്കുന്ന, പുതിയ തലമുറ രാഷ്ട്രീയം കൂടി മുന്നോട്ട് വയ്ക്കുന്ന ഒരു പാർട്ടിയെ സംബന്ധിച്ച് വളരെ നിർണായകമാണ്.